ഓക്കെ. സോ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നിരുന്ന ഒരു സംഭവമാണ് കൺഫർമേഷൻ എൻട്രി. സോ നമ്മൾ ഫൈനലി ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. കൺഫർമേഷൻ എൻട്രി എന്നുള്ള എന്താണ് റെയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കൺഫർമേഷൻ എൻട്രി. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ SMCൻ്റെ അവസാന ഘട്ടങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി SMCയിൽ പഠിക്കാനുള്ളൂ. സോ അതിന് മുമ്പ് നമ്മൾ കൺഫർമേഷൻ എൻട്രി, അതായത് എൻട്രി ഇടുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മൾ കൺഫർമേഷൻ എൻട്രി യൂസ് ചെയ്തിട്ട് എൻട്രി ഇടുക, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തോട്ടോ. സോ ആൾക്കാർ ലൈക്ക് ചെയ്യുന്ന എണ്ണം കുറയുന്നുണ്ട്. സോ എല്ലാവരും ലൈക്ക് ചെയ്തോ, അതേപോലെ തന്നെ മുഴുവനായിട്ട് കണ്ടോ, എന്നാലേ വല്ലതും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കൺഫർമേഷൻ എൻട്രീൻ്റെ ഡെമോയിലേക്ക് പോവാം. ഓക്കെ. സോ ഫസ്റ്റ് നമ്മളൊരു സ്വിങ് വരയ്ക്കുന്നു. ഓക്കെ. സോ ഇതാണൊരു സ്വിങ്. ഈ സ്വിങ് തിരിച്ച് FEGയിലോ അല്ലെ ഓർഡർ ബ്ലോക്കിലോ എത്തുമ്പോഴാണ് നമ്മൾ കൺഫർമേഷൻ എൻട്രി യൂസ് ചെയ്യുക. അതായത് PDRAs എന്ന് പറയും. FEGയും അതേപോലെ തന്നെ OBയും ഓർഡർ ബ്ലോക്കും ആണ് PDRA ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. സോ ഞാനിവിടെ കാണിച്ചു തരാം. സോ നമ്മൾ ഇവിടെ ഒരു FEG മാർക്ക് ചെയ്യുന്നു. ഓക്കെ. സോ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുന്നു. സോ നമ്മൾ രണ്ടും മാർക്ക് ചെയ്തു. ഓക്കെ. ഓക്കെ. നമ്മൾ ഓർഡർ ബ്ലോക്ക് FEG ഒക്കെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ മാർക്കറ്റിനെ നമ്മൾ ഓർഡർ ബ്ലോക്കിലേക്ക് എത്തി. ഈ കൺഫർമേഷൻ എൻട്രിയിൽ 2 തരാണുള്ളത്. സോ നമ്മൾ ഇതിൽ ലിക്വിഡിറ്റി സ്വീപ്പും ലിക്വിഡിറ്റി റണ്ണും എന്താണെന്നുണ്ട്. സോ നിങ്ങൾ കൺഫർമേഷൻ എൻട്രി യൂസ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ലിക്വിഡിറ്റി സ്വീപ്പ് എന്താ, ലിക്വിഡിറ്റി റൺ എന്താന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ നിങ്ങൾ മറക്കാതെ തന്നെ പോയി കാണുക, എന്നാലേ നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ. സോ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. സോ ലിക്വിഡിറ്റി റൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യുമോ അറിയോ? സോ ഇവിടെ തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറും. സോ ഇവിടെ ഇങ്ങനെ കയറുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഇന്നർ ടൈം ഫ്രെയിംസ്, സോ ഞാനിവിടെ കുറിച്ച് വെക്കാം. നിങ്ങളിത് നോട്ടിൽ എഴുതി വെക്കേണ്ടതാണ് കേട്ടോ. നോട്ടിൽ എഴുതി വെക്കേണ്ടതാണ്. 50 മിനിറ്റ് ആണ് ബേസിക് ടൈം. ഓക്കെ. 50 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 മിനിറ്റ് പോയി നോക്കണം. ഓക്കെ. അതേപോലെ തന്നെ നിങ്ങൾ 1 ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 മിനിറ്റ് പോയി നോക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ 4 ആണ് നോക്കണത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പോകണം? 50 മിനിറ്റിലേക്ക് പോയി നോക്കണം. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ബേസിക് ടൈം ഫ്രെയിം. സോ ഈ ടൈം ഫ്രെയിം നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ 1 അവറിലാണ്. ഓക്കെ. സോ 1 അവറിലായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സോ ഇവിടെ നമ്മൾ 5 മിനിറ്റിൽ, അതായത് 5 മിനിറ്റ് ഇതിൽ സ്വിങ് ഉണ്ടോ നോക്കണം. സോ 5 മിനിറ്റിൽ ഒരു സ്ട്രക്ചർ ഞാൻ വരച്ചുതരാം. സോ 5 മിനിറ്റിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ വന്ന് ഇങ്ങനെയായിരിക്കും. സോ ഇവിടെ നിന്ന് നമ്മൾ റിട്ടേൺ വന്നില്ലേ? സോ ബ്രേക്കോ സ്ട്രക്ചർ തന്നിട്ട് മാർക്കറ്റ് റിട്ടേൺ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ കുറേ സ്വിങ്സ് ഉണ്ടാവും. ഓക്കെ. ഇങ്ങനെ കുറേ സ്വിങ്സ് ഉണ്ടാവും. സോ എവിടെ കൺഫർമേഷൻ എൻട്രി യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അവസാനത്തെ സ്വിങ് ഉണ്ടല്ലോ, ഈ അവസാനത്തെ സ്വിങ് ബ്രേക്ക് ആവുമ്പോഴാണ് നമ്മൾ കൺഫർമേഷൻ എൻട്രി എന്ന് പറയുക. സോ ജസ്റ്റ് സ്വിങ് ബ്രേക്ക് ആയാൽ പോരാ. നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. സോ സ്വിങ് ബ്രേക്ക് ആയാൽ പോരാ, എന്ത് വേണം? ആ ഒരു സ്ഥലത്തേക്ക് തന്നെ റീടെസ്റ്റിങ് വരണം. ഈ റീടെസ്റ്റിങ് വരുമ്പോഴാണ് 2 രീതിയുള്ളത്. ഒന്ന്, ലിക്വിഡിറ്റി റൺ ഉണ്ടാവും, അതായത് ലിക്വിഡിറ്റി റൺ ചെയ്തിട്ട് മുകളിലോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടാവും, അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് പോകും. ഓക്കെ. എന്നിട്ട് മുകളിലോട്ട് പോകും. അപ്പോൾ നമ്മൾ എവിടെയാണ് എൻട്രി ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റിവേഴ്സിങ് ക്യാൻഡിൽ ഉണ്ടല്ലോ, റീടെസ്റ്റ് ക്യാൻഡിലും ഒരു സ്വിങ് ഉണ്ടാവും, ചെറിയ സ്വിങ്. അത് നമ്മൾ നോക്കണം. അതിലൊരു ചെറിയ സ്വിങ് ബ്രേക്ക് ആകുമ്പോൾ, അതായത് റീടെസ്റ്റിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. റീടെസ്റ്റ് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും, ചെറിയ സ്വിങ്ങുകൾ ഉണ്ടാവും. ഓക്കെ. ഇങ്ങനെ കുറേ സ്വിങ്ങുകൾ ഉണ്ടാവും. സോ ഈ ഒരു സ്വിങ് ബ്രേക്ക് ആകുമ്പോൾ ഇനി പിന്നെ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ഇവിടുന്ന് എൻട്രി ഇടുക. സോ ഇവിടുന്ന് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇവിടുന്ന് എടുക്കുക, എന്നിട്ട് ഇവിടുന്ന് എൻട്രി ഇടുക. ഇവിടുന്ന് എൻട്രി ഇട്ടിട്ട് ഇവിടെ ഇവിടുന്നാണ് എൻട്രി ഇടേണ്ടത്. ഇത് ബ്രേക്കായ എൻട്രി ഇടുക. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ അടിയിൽ, ഈ റീടെസ്റ്റിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുക. ഇത് ഇതിൻ്റെ മേലെ കൊണ്ടുവയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ എൻട്രി ഇടേണ്ടത്. ഓക്കെ. ഇതാണ് കൺഫർമേഷൻ എൻട്രി. ഈ ഒരു കൺഫർമേഷൻ എൻട്രിക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80% എബോ കൺഫർമേഷൻ, അതായത് 80% എബോന് വിൻ റേറ്റ് ഉണ്ട് ഈ ഒരു കൺഫർമേഷൻ എൻട്രിക്ക്.
സോ ഇത് വളരെ റെയർ ആണ്. നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയാലോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരില്ല. ഇത് ഞാൻ 100% ആയിട്ട് പറയാം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും നിങ്ങൾക്ക് കൺഫർമേഷൻ എൻട്രിയോ SMC തന്നെ സാധാ SMC പഠിപ്പിച്ചു തരും. സോ അഡ്വാൻസ് SMC എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, അഡ്വാൻസ് SMC ഒന്നും നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നില്ല. അതേപോലെ തന്നെ ഈ കൺഫർമേഷൻ എൻട്രി പഠിപ്പിച്ചു തരില്ല. കൺഫർമേഷൻ എൻട്രി ഒക്കെ വളരെ റെയർ ആണ്. സോ ഞാൻ നിങ്ങൾക്ക് ഇത് തികച്ചും ഫ്രീ ആയിട്ടാണ് തരുന്നത്. സോ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത്രയും കണ്ടിട്ട്. സോ ആൾക്കാരുടെ പ്രതികരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നും. സോ എന്നാലും കുറച്ച് പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഹയർ ടൈം ഫ്രെയിംസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ കയറുമല്ലോ, കയറിയിട്ട് റീടെസ്റ്റ് അടിക്കും ആ ഏരിയക്ക് തന്നെ. ഈ റീടെസ്റ്റിലാണ് നമ്മൾ എൻട്രി ഉണ്ട്, എന്നിട്ട് മുകളിലോട്ട് എത്തുക മാർക്കറ്റ്. സോ നമ്മൾ എൻട്രി ഇടേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയാണ് എൻട്രി ഇടേണ്ടത്. ഇവിടെ ബ്രേക്ക് ആവും. ഇവിടെ ബ്രേക്ക് ആവുമ്പോൾ ഇതിലാണ് എൻട്രി ഇടേണ്ടത്, എന്നിട്ട് ഹൈയിൽ കൊണ്ടുവയ്ക്കുക. കണ്ടോ, ഈസിലി ടാർഗറ്റ് അച്ചീവ്ഡ്. ഇങ്ങനെയാണ് നമ്മൾ കൺഫർമേഷൻ എൻട്രി യൂസ് ചെയ്യുക. അതേപോലെ പിന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ? സോ ഇവിടെ നമ്മൾ എങ്ങനെ കൺഫർമേഷൻ എൻട്രി യൂസ് ചെയ്യും? സോ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു? റീടെസ്റ്റ് അടിച്ചു. ഇവിടെ എന്ത് റീടെസ്റ്റ് ആണിത്? ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് റീടെസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു ഏരിയ, ഈ ഒരു സ്പെസിഫൈ ഏരിയ കാണാൻ പറ്റും. ഇതിൻ്റെ അടിയിലേക്കാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. ബട്ട് എന്താണ്, ഇതിൻ്റെ അടിഭാഗം ബോഡി ആയിട്ട് ബ്രേക്ക് ആയിട്ടില്ല. ഓക്കെ, ബോഡി ആയിട്ട് ബ്രേക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് നമ്മൾ കണക്ക് കൂട്ടും. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് 1 അവറിലാണ്. നമ്മൾ 5 മിനിറ്റിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രക്ചർ കറക്റ്റായിട്ട് കാണാൻ പറ്റും. കണ്ടോ, നമുക്ക് ഇവിടെ നിന്നാണ് കൺഫർമേഷൻ കിട്ടിയത്. ഓക്കെ, ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടി. നമ്മൾ ഇവിടുന്ന് എൻട്രി ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് ഇങ്ങനെ പോയിട്ട് കുറച്ച് കയറി വീണ്ടും ഇവിടുന്ന് റീടെസ്റ്റ് അടിച്ചു എന്ന് നമ്മൾ വിചാരിക്കും. ബട്ട് ഇവിടെ മേലിലോട്ട് കയറി. ഇതൊരു ന്യൂസ് സ്കാനിലായതുകൊണ്ട് തന്നെ അത് വാലിഡ് അല്ല. എന്നിട്ട് എന്ത് ചെയ്യും, മാർക്കറ്റ് അടിയിലോട്ട് ഇറങ്ങും. അടിയിലോട്ട് ഇറങ്ങിയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിൻ്റെ അടി എടുത്തപ്പോൾ നമ്മൾ SL ഹിറ്റ് ചെയ്തു. ബട്ട് നമ്മളവിടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത എൻട്രിക്ക് വേണ്ടി പ്ലേസ് ചെയ്യണം. സോ ഇവിടെയാണ് അടുത്ത എൻട്രി വരുന്നത്. സോ എന്ത് ചെയ്യണം, നമ്മളിതാ ഇവിടെ ബ്രേക്കായി വീണ്ടും ഇവിടെ വന്ന് റീടെസ്റ്റ് അടിച്ചു. സോ നമ്മൾ ഇവിടെ അടുത്തത് ബ്രേക്ക് ആവണം നോക്കണം. ഇവിടെയാണ് നമ്മൾ എൻട്രി ഇടേണ്ടത്. കണ്ടോ, ഇവിടെ നമ്മൾ എൻട്രി ഇടുക, ഇതിൻ്റെ ഡൗണിൽ കൊണ്ടേ വെക്കുക. കുറച്ച് ഇറക്കിയിട്ടായാലും വെച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഹൈയിലേക്ക് വെക്കുക. ഇതിൻ്റെ ഹൈയിലാണ് ഇതിൻ്റെ മാർക്കറ്റ് ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, 1 അവർക്ക് തിരിച്ച് പോവുക. സിമ്പിളായിട്ട് മനസ്സിലാവും, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. സോ നീട്ടി വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും മാർക്കറ്റ് അതിൻ്റെ മേളിൽ എത്തുന്നേ ഉള്ളൂ. സോ ഇത്രയും സിമ്പിളാണ് കൺഫർമേഷൻ എൻട്രി യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വലിയ കാര്യമൊന്നുമല്ല. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച്. അതായത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും, സോ 1 അവറിൽ നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യണം, 5 മിനിറ്റിൽ നമ്മൾ എൻട്രി ഇടണം. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു സ്വിങ് പോലെ ഉണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ലെവലിൽ എത്തി മാർക്കറ്റ് തിരിച്ച് കയറാൻ തുടങ്ങി. സോ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, 1 അവറിൽ സ്വിങ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 5 മിനിറ്റിൽ നോക്കണം. 1 അവറിൽ ഒരു ചെറിയ സ്വിങ്ങോ ഒന്നുമില്ല, ഡയറക്റ്റ് കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 5 മിനിറ്റിലെ ലാസ്റ്റ് സ്വിങ് നോക്കണം. അപ്പോൾ 5 മിനിറ്റിലെ ലാസ്റ്റ് സ്വിങ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പൊസിഷൻ ക്ലോസ് ചെയ്ത് കളയണതാണ് നല്ലത്. ഓക്കെ, ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് കളയണതാണ് നല്ലത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ സ്വിങ് പോലെ ഉണ്ട്. ഓക്കെ, ഈ സ്വിങ്ങിൽ തട്ടിയിട്ടാണ് ഈ മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. ഇനി എന്തായാലും ഇതിൻ്റെ ഹൈ എടുക്കും. ഇവിടെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇവിടെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഉണ്ട്. ഈ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എടുക്കാൻ എന്തായാലും മാർക്കറ്റ് അതുവരെ കയറും. അത് 101% ഷുവറാണ്. ഓക്കെ, അതെന്തായാലും എടുക്കും. മാർക്കറ്റ് ഇനി മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കും. സോ ഇതാണ് കൺഫർമേഷൻ എൻട്രി. ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരുമൊന്നുമില്ല. സോ നിങ്ങളിത് സ്വയം പഠിക്കുക തന്നെ വേണം. ബട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഇത് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് എടുത്ത് 4-5 വർഷമൊക്കെ എടുത്ത് പഠിക്കേണ്ട സംഭവം നിങ്ങളിപ്പോൾ എന്തായി, ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് പഠിച്ചു. സോ അതാണ് മെട്രിക്സ് എന്ന ഈ ചാനൽ അങ്ങനെയാണ്. സോ ആൾക്കാർക്ക് പഠിക്കേണ്ട കാര്യമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. ഓക്കെ, സോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് വേണം, ലൈക്ക് വേണം, ഷെയർ വേണം, കമൻറ്റ് വേണം.
സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. ഈ 3 കാര്യങ്ങളെ ഞാൻ നിങ്ങളേന്ന് ചോദിക്കുന്നുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് CRT പഠിപ്പിക്കണം. CRT എൻട്രി മൊഡ്യൂളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. CRT ഒക്കെ വേറെ ലെവലാണ്. CRT ഒക്കെ ഹൈ എന്താ പറയുക വിന്നിങ് റേറ്റ് ഉള്ള സാധനമാണ് CRT. ബട്ട് അവസാനം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അത് നിങ്ങൾക്ക് എന്താണ് നമ്മളെ ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കും. അത് ഞാൻ പറഞ്ഞു തരില്ല എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തോ. ഓക്കെ, സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പർ തന്നെ ആയിട്ടിരിക്കും എല്ലാ കാലവും. സോ പ്രൊഫഷനാക്കി എടുക്കണവരൊക്കെ ഇത് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ ബൈ.